പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോക്സഭാ പൊതു തെരഞ്ഞെടുപ്പ് 2024 പോളിംഗ് സ്റ്റേഷൻ ഏത് രീതിയിൽ ആണ് സജ്ജീകരിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് ചീഫ് ഇലക്ടറൽ ഓഫീസറിന്റെ ഒരു സർക്കുലർ ഇറങ്ങിയിരിക്കുകയാണ്. സർക്കുലറിന്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. വിഷയം: ലോക്സഭാ പൊതു തെരഞ്ഞെടുപ്പ് 2024 പോളിംഗ് സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ സംബന്ധിച്ച് സർക്കുലറിൽ എന്തൊക്കെയാണ് നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള സംവിധാനത്തിന്റെ അടിസ്ഥാന ശിലകളാണ് പോളിംഗ് സ്റ്റേഷനുകൾ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ പോളിംഗ് സ്റ്റേഷനുകൾ വോട്ടർ സൗഹൃദമാക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പിക്കുന്നതിനും വേണ്ടി ചുവടെ ചേർക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോളിംഗ് സ്റ്റേഷനുകളുടെ സൗകര്യങ്ങൾ ഏത് രീതിയിലായിരിക്കണമെന്നും വോട്ടർ സൗഹൃദമായ രീതിയിൽ എങ്ങനെ സജ്ജീകരിക്കണമെന്നതുമാണ് ഈ സർക്കുലറിന്റെ അടിസ്ഥാനം. അതുമായി ബന്ധപ്പെടുത്തി എന്തെല്ലാം സജ്ജീകരണങ്ങളാണ് ഒരുക്കേണ്ടതെന്ന് സർക്കുലറിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. 1. വോട്ടർമാർക്ക് പോളിംഗ് ബൂത്തുകളുടെ സ്ഥാനം, ലഭ്യമായ സൗകര്യങ്ങൾ, വോട്ടർ അസിസ്റ്റൻസ് ബൂത്ത് എന്നിവയെക്കുറിച്ച് മാർഗനിർദ്ദേശം നൽകുന്നതിന് ശരിയായ അടയാളങ്ങൾ പോളിംഗ് സ്റ്റേഷനുകളിൽ സ്ഥാപിക്കണം. ഇവ ഇംഗ്ലീഷിലും മലയാളത്തിലും നീലയും വെള്ളയും നിറത്തിലായിരിക്കണം. അക്ഷരങ്ങൾ സ്റ്റാൻഡേർഡ് വലുപ്പത്തിൽ ഉചിതമായ ഉയരത്തിൽ സ്ഥാപിക്കേണ്ടതും വോട്ടർമാർക്ക് അകലെ നിന്ന് എളുപ്പത്തിൽ കാണാവുന്നതുമായിരിക്കണം. ഇവിടെ വോട്ട് ചെയ്യാൻ വരുന്ന വോട്ടേഴ്സിന് വളരെ എളുപ്പത്തിൽ തന്നെ ബൂത്ത് എവിടെ, അതിന്റെ സൗകര്യങ്ങൾ എന്തെല്ലാം, വോട്ടർ അസിസ്റ്റന്റ് ബൂത്ത് ഇവയെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ പോളിംഗ് സ്റ്റേഷനുകളിൽ സജ്ജീകരിച്ചിരിക്കണം. അവ വോട്ടേഴ്സിന് വായിക്കാൻ പറ്റുന്ന രീതിയിൽ നീലയും വെള്ളയും നിറത്തിൽ സ്റ്റാൻഡേർഡ് അക്ഷരങ്ങൾ ഉപയോഗിച്ച് സ്റ്റാൻഡേർഡ് വലിപ്പത്തിൽ എഴുതിയിട്ടുണ്ടാവണം. 2. പോളിംഗ് സ്റ്റേഷനുകൾ കൂടുതലും സ്കൂളുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. സ്കൂൾ കെട്ടിടങ്ങളുടെ ചുവരുകളിൽ ചിത്രങ്ങളും ഭൂപടങ്ങളും മറ്റും വരച്ച് ഇക്കാലത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. മുൻ തെരഞ്ഞെടുപ്പുകളിൽ ക്ലാസ് മുറികളിലെ ഭിത്തികളിലുള്ള ചിത്രങ്ങളും മാപ്പുകളും നശിപ്പിച്ചത് സംബന്ധിച്ച് പരാതികൾ ലഭിക്കുകയും പലതും നിയമ നടപടികളിലേക്ക് നീങ്ങിയ സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ആയതിനാൽ പോസ്റ്ററുകളും നോട്ടീസുകളും പതിപ്പിക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണം. ചിത്രങ്ങൾ നശിപ്പിക്കുകയോ ചുവരുകളിൽ കേടുവരുത്തുകയോ ചെയ്യാത്ത വിധത്തിൽ ആവണം പോളിംഗ് സ്റ്റേഷനുകളിൽ അറിയിപ്പുകൾ പതിക്കേണ്ടത്. പോളിംഗ് ബൂത്തുകളിലെ ഫർണിച്ചറുകൾ ഒരു തരത്തിലും നശിപ്പിക്കുവാൻ പാടില്ല. പോളിംഗ് കഴിഞ്ഞു മടങ്ങുമ്പോൾ വൈദ്യുത ഉപകരണങ്ങൾ സ്വിച്ച് ഓഫ് ആക്കിയെന്നും ടാപ്പുകൾ അടച്ചുവെന്നും ചുവരുകളിൽ പതിപ്പിച്ച അറിയിപ്പുകൾ നീക്കം ചെയ്തുവെന്നും ഉറപ്പിക്കേണ്ടതാണ്. 2ാമത്തെ പോയിന്റിൽ പറയുന്നു, മിക്കവാറും പോളിംഗ് സ്റ്റേഷനുകൾ സ്ഥിതി ചെയ്യുക സ്കൂൾ കെട്ടിടങ്ങളിലാണ്. സ്കൂളിൽ പലതരത്തിലുള്ള ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ചിത്രങ്ങളും ഭൂപടങ്ങളും മറ്റും നിർമ്മിച്ചിട്ടുള്ളത്. അത്തരം ചിത്രങ്ങൾ നശിപ്പിക്കുകയോ കേടുവരുത്തുകയോ ചെയ്യാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ ആ സ്ഥാപനങ്ങളിലെ ഫർണിച്ചറുകൾ കൃത്യമായി പരിപാലിക്കാനും പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് ഉത്തരവാദിത്തമുണ്ട്. പോളിംഗ് കഴിഞ്ഞു മടങ്ങുന്ന സമയങ്ങളിൽ വൈദ്യുത ഉപകരണങ്ങൾ സ്വിച്ച് ഓഫ് ആക്കി, അതുപോലെ ടാപ്പുകളൊക്കെ അടച്ച് എല്ലാം ഭദ്രമാക്കി എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്നും സർക്കുലറിൽ പറയുന്നു. 3. പോളിംഗ് സ്റ്റേഷനുകളിലെ തെരഞ്ഞെടുപ്പിനെ തുടർന്നുള്ള മാലിന്യം ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് നീക്കം ചെയ്തുവെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഉറപ്പാക്കേണ്ടതാണ്. ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ മറ്റൊരു ഉത്തരവാദിത്തം പോളിംഗ് സ്റ്റേഷനുകളിലെ തെരഞ്ഞെടുപ്പിനെ തുടർന്നുള്ള മാലിന്യങ്ങൾ, പേപ്പർ മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, മറ്റ് അനുബന്ധ മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് അത് നീക്കം ചെയ്യേണ്ടതുണ്ട്. 4ാമത്തെ പോയിന്റിൽ പറയുന്നു, ഓരോ പോളിംഗ് സ്റ്റേഷനുകളിലും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും മതിയായ എണ്ണം പ്രത്യേക ശൗചാലയങ്ങൾ ഉണ്ടായിരിക്കണം. ആവശ്യത്തിന് ശൗചാലയങ്ങൾ ലഭ്യമല്ലെങ്കിൽ താൽക്കാലിക ക്രമീകരണം നടത്താം. മുൻകാലങ്ങളിൽ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് ശൗചാലയങ്ങളിലും മറ്റും പോകുമ്പോൾ സംഭവിച്ചിട്ടുള്ള അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ശൗചാലയങ്ങളുടെ പരിസരം കാട് വെട്ടിത്തെളിച്ച് വൃത്തിയാക്കേണ്ടതും ആവശ്യത്തിന് പ്രകാശ സംവിധാനം ഒരുക്കേണ്ടതുമാണ്. മാത്രമല്ല, മുകളിലത്തെ നിലയിലാണ് ശൗചാലയമെങ്കിൽ പടിക്കെട്ടിന് കൈവരിയുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതാണ്. ഇല്ലാത്ത പക്ഷം താൽക്കാലികമായി കൈവരി സ്ഥാപിക്കേണ്ടതാണ്. 4ാമത്തെ പോയിന്റിൽ പറയുന്നു, പോളിംഗ് സ്റ്റേഷനുകളിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ശൗചാലയങ്ങൾ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ശൗചാലയം പരിസരം കാട് വെട്ടിത്തെളിച്ച് വൃത്തിയാക്കിയിരിക്കണം. പോളിംഗ് ഉദ്യോഗസ്ഥർ പോളിംഗ് ഉത്തരവാദിത്വം ഏറ്റെടുത്തു കഴിഞ്ഞാൽ തലേ ദിവസം മുതൽ പിറ്റേ ദിവസം പോളിംഗ് കഴിയുന്നതുവരെ പ്രസ്തുത പോളിംഗ് സ്റ്റേഷനിലായിരിക്കും ഉണ്ടാവുക. അവർക്കുള്ള സൗകര്യാർത്ഥം ശൗചാലയങ്ങൾ വൃത്തിയുള്ളതും പ്രകാശ സംവിധാനം ഒരുക്കിയതുമായിരിക്കണം. ശൗചാലയം മുകളിലത്തെ നിലയിലാണെങ്കിൽ അവിടെ നിന്ന് കൈവരിയുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇല്ലെങ്കിൽ താൽക്കാലികമായി കൈവരി സ്ഥാപിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ്. 5ാമത്തെ പോയിന്റ്, 4ൽ കൂടുതൽ പോളിംഗ് സ്റ്റേഷനുകൾ സ്ഥിതി ചെയ്യുന്ന പോളിംഗ് ലൊക്കേഷനുകളിൽ വോട്ടർമാരെ അനുഗമിക്കുന്ന കുട്ടികൾക്കായി കൃഷിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തുകയും കുട്ടികളെ പരിപാലിക്കുന്നതിനായി ഒരു ആയയെ അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകയെ നിയോഗിക്കുകയും വേണം. 5ാമത്തെ പോയിന്റിൽ, 4ൽ കൂടുതൽ പോളിംഗ് സ്റ്റേഷനുകൾ ഒരു ലൊക്കേഷനിലുണ്ടെങ്കിൽ അവിടെ കുട്ടികൾക്കായിട്ടുള്ള ക്രമീകരണങ്ങളും കുട്ടികളെ പരിപാലിക്കുന്നതിനുള്ള ആയയെ അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകയെ നിയോഗിക്കുകയും വേണമെന്ന് പറയുന്നു. 6ാമത്തെ പോയിന്റ്, മുതിർന്ന സമ്മതിദായകർക്കും ഭിന്നശേഷി വിഭാഗത്തിലുള്ള വോട്ടർമാർക്കും ക്യൂവിൽ നിൽക്കാതെ പോളിംഗ്
സ്റ്റേഷനുകളിൽ പ്രവേശിക്കുന്നതിന് മുൻഗണന ലഭിക്കുന്നുണ്ടെന്നും അവർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും പോളിംഗ് സ്റ്റേഷനിൽ ലഭ്യമാകുന്നുണ്ടെന്നും പ്രിസൈഡിംഗ് ഓഫീസർമാർ ഉറപ്പാക്കണം. എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും ഭിന്നശേഷി വോട്ടർമാർക്കും മുതിർന്ന പൗരന്മാർക്കും സൗകര്യമൊരുക്കുന്നതിന് പരമാവധി 1:12 ചെരുവിലുള്ള സ്ഥിരമായ റാമ്പ് ഉണ്ടാകണം. സ്ഥിരം റാമ്പ് സ്ഥാപിച്ചിട്ടില്ലാത്ത പോളിംഗ് സ്റ്റേഷനുകളിൽ താൽക്കാലിക റാമ്പുകൾ സ്ഥാപിക്കണം. ഭിന്നശേഷി വോട്ടർമാർക്ക് അവരുടെ വീൽ ചെയറുകൾ പോളിംഗ് സ്റ്റേഷനുകൾക്കുള്ളിൽ കൊണ്ടുപോകുവാൻ വേണ്ട സൗകര്യം ഒരുക്കണം. ഭിന്നശേഷി വോട്ടർമാർക്ക് ആവശ്യമായ വീൽ ചെയറുകൾ പോളിംഗ് സ്റ്റേഷനുകളിൽ ലഭ്യമാക്കുന്നതിന് സാമൂഹ്യ നീതി വകുപ്പുമായി ചേർന്ന് ക്രമീകരണം നടത്തേണ്ടതാണ്. ഭിന്നശേഷി വോട്ടർമാർക്കും ഗർഭിണികൾക്കും മുതിർന്ന പൗരന്മാർക്കും ഓരോ പോളിംഗ് സ്റ്റേഷനിലും മതിയായ കസേരകൾ അല്ലെങ്കിൽ ബെഞ്ചുകൾ നൽകണം. 6ാമത്തെ പോയിന്റിൽ വളരെ വ്യക്തമായി ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട വോട്ടർമാർക്കും ഗർഭിണികളായ വോട്ടർമാർക്കും മുതിർന്ന പൗരന്മാർക്കും ഒരുക്കേണ്ട സൗകര്യങ്ങളെ കുറിച്ച് പറയുന്നു. ഭിന്നശേഷി വിഭാഗത്തിലുള്ള വോട്ടർമാർക്ക് ക്യൂവിൽ നിൽക്കാതെ പോളിംഗ് സ്റ്റേഷനിൽ പ്രവേശിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അതുപോലെ ഭിന്നശേഷി വോട്ടർമാർക്ക് 1:12 ചെരുവിലുള്ള റാമ്പ് പോളിംഗ് സ്റ്റേഷനിൽ സ്ഥാപിച്ചിരിക്കണം. അവരുടെ വീൽ ചെയറുകൾ പോളിംഗ് സ്റ്റേഷനിൽ അകത്തു കൊണ്ടുപോകുവാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. വീൽ ചെയർ ഇല്ലാതെ വരുന്ന ഭിന്നശേഷി വിഭാഗക്കാർക്ക് വീൽ ചെയറുകൾ സജ്ജീകരിക്കുന്നതിന് സാമൂഹ്യ നീതി വകുപ്പുമായി ക്രമീകരണം നടത്തണം. ഭിന്നശേഷി വോട്ടർമാർക്കും ഗർഭിണികൾക്കും മുതിർന്ന പൗരന്മാർക്കും മതിയായ കസേരകൾ അല്ലെങ്കിൽ ബെഞ്ച് നൽകണം. ഇതാണ് 6ാമത്തെ പോയിന്റിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. 7ാമത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നു, സംസ്ഥാനത്തെ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും കുടിവെള്ളം ഉറപ്പാക്കേണ്ടതും വരി നിൽക്കുന്നിടത്ത് വെയിൽ ഏൽക്കാതെ നിൽക്കുവാനുള്ള സൗകര്യം ഒരുക്കുകയും വേണം. ശുദ്ധജലം നിറച്ച ഡിസ്പെൻസറും പരിസ്ഥിതി സൗഹൃദങ്ങളായ ഗ്ലാസുകളും പോളിംഗ് സ്റ്റേഷനുകളിൽ നിർബന്ധമായും ലഭ്യമാക്കണം. കുടിവെള്ള സജ്ജീകരണത്തെ കുറിച്ചാണ് 7ാമത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. പോളിംഗ് സ്റ്റേഷനുകളിൽ ആവശ്യത്തിനുള്ള കുടിവെള്ളം ലഭ്യമാക്കിയിരിക്കണം. പരിസ്ഥിതി സൗഹൃദമായ ഗ്ലാസുകൾ ലഭ്യമാക്കിയിരിക്കണം. അതുപോലെ തന്നെ വോട്ടർമാർക്ക് വെയിൽ ഏൽക്കാതെ നിൽക്കുവാനുള്ള സൗകര്യവും പ്രസ്തുത സ്ഥലത്ത് ഉണ്ടായിരിക്കുകയും വേണം. 8ാമത്തെ പോയിന്റിൽ പറയുന്നു, എല്ലാ പോളിംഗ് സ്റ്റേഷൻ ലൊക്കേഷനുകളിലും വോട്ടർ അസിസ്റ്റൻസ് ബൂത്ത് സജ്ജീകരിക്കേണ്ടതും സമ്മതിദായകരെ സഹായിക്കുന്നതിനായി BLO അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ സേവനം ഉറപ്പാക്കേണ്ടതുമാണ്. കഴിയുന്നിടത്തോളം പോളിംഗ് സ്റ്റേഷനിലെ പ്രധാന കവാടത്തിനടുത്ത് തന്നെ വേണം വോട്ടർ അസിസ്റ്റൻസ് ബൂത്ത് ക്രമീകരിക്കേണ്ടത്. 8ാമത്തെ പോയിന്റിൽ പറയുന്നു, പോളിംഗ് സ്റ്റേഷനുകളിൽ സമ്മതിദായകരെ സഹായിക്കുന്നതിനായി BLO മറ്റുദ്യോഗസ്ഥന്മാർ ഉണ്ടായിരിക്കണം. കഴിയുന്നതും പ്രധാന കവാടത്തിന് മുമ്പിൽ തന്നെ അവരുടെ അസിസ്റ്റൻസ് ബൂത്ത് ക്രമീകരിക്കേണ്ടതാണ്. 9ാമത്തെ പോയിന്റിൽ പറയുന്നു, മുൻകാല വോട്ടിംഗ് പാറ്റേണിന്റെയും അനുഭവത്തിന്റെയും അടിസ്ഥാനത്തിൽ നീണ്ട ക്യൂവിന് സാധ്യതയുള്ള പോളിംഗ് സ്റ്റേഷനുകൾ പോളിംഗ് ലൊക്കേഷനുകൾ സെക്ടർ ഓഫീസർമാർ തിരിച്ചറിയേണ്ടതും അത്തരം പോളിംഗ് സ്റ്റേഷനുകളുടെ പട്ടിക തയ്യാറാക്കേണ്ടതുമാണ്. തെരഞ്ഞെടുപ്പ് ദിവസം വളരെ നീണ്ട ക്യൂ ഉള്ള പോളിംഗ് സ്റ്റേഷനുകളിൽ സെക്ടർ ഓഫീസർമാർ പ്രത്യേകം ശ്രദ്ധ നൽകേണ്ടതാണ്. ക്യൂ നിൽക്കുന്നതിനായി സന്നദ്ധ പ്രവർത്തകരെ ഏർപ്പാടാക്കുക, ടോക്കണുകൾ വിതരണം ചെയ്യുക മുതലായ തിരക്ക് കുറയ്ക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കാവുന്നതാണ്. സെക്ടർ ഓഫീസർക്ക് പോളിംഗ് സ്റ്റേഷനുകൾ സന്ദർശിക്കുമ്പോൾ അത്തരം സാഹചര്യം വേഗത്തിൽ തിരിച്ചറിയുന്നതിനും റിസർവ് പോളിംഗ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കുന്നതിന് റിട്ടേണിംഗ് ഓഫീസറുടെ സഹായം തേടാനും കഴിയണം. ഇതിനായി പോളിംഗ് സ്റ്റേഷനുകളിൽ വിന്യസിക്കാൻ റിസർവ് ജീവനക്കാരെയും വാഹനങ്ങളെയും വരണാധികാരി സജ്ജമാക്കിയിരിക്കണം. 9ാമത്തെ പോയിന്റിൽ വളരെ തിരക്കേറിയ പോളിംഗ് സ്റ്റേഷനുകളിൽ നടത്തേണ്ട ക്രമീകരണങ്ങളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. സെക്ടർ ഓഫീസർമാർ വളരെ ശ്രദ്ധയോടുകൂടി ഇത്തരം ലൊക്കേഷനുകൾ കൈകാര്യം ചെയ്യണം, പോളിംഗ് സ്റ്റേഷനുകൾ കൈകാര്യം ചെയ്യണം. നീണ്ട ക്യൂ ഉണ്ടെങ്കിൽ ടോക്കണുകൾ കൊടുക്കുകയോ സന്നദ്ധ പ്രവർത്തകരെ ഏർപ്പാടാക്കി ക്യൂ ക്രമീകരിക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യേണ്ടതാണ്. അത്തരം സാഹചര്യങ്ങളിൽ വേണമെങ്കിൽ വരണാധികാരിക്ക് റിസർവായിട്ടുള്ള പോളിംഗ് ഉദ്യോഗസ്ഥരെ പ്രസ്തുത സ്ഥലത്ത് നിയോഗിക്കാനും സാധിക്കുമെന്ന് പറയുന്നു. ഇത്രയുമാണ് ലോക്സഭാ പൊതുതെരഞ്ഞെടുപ്പ് 2024 പോളിംഗ് സ്റ്റേഷനുകളിൽ സജ്ജീകരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചീഫ് ഇലക്ടറൽ ഓഫീസർ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് സ്റ്റേ ട്യൂൺഡ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.